ബിഗ് ബോസിനകത്ത് ആദിലയും നൂറയും എടുത്ത തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ആ ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 750 പോയിന്റ്സ് നഷ്ടപ്പെടുത്തിയോ അവര്? ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. അതായത് ഇന്നലെ ആദിലയും നൂറയും അതായിരുന്നില്ല, ആ എടുത്ത തീരുമാനം തിരിച്ചായിരുന്നു എന്ന് കരുതുക. അതായത് ഒരു സാങ്കല്പികമായ സാഹചര്യമാണല്ലോ. അതായത് അവർ വിചാരിക്കുകയാണ്, ഫാമിലി വീക്കിൽ 3 ഫാമിലി വന്നാലെന്ത്, വന്നില്ലെങ്കിലെന്ത്, നമ്മളിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, നമ്മൾ ഗെയിം കളിക്കുന്നു. ഈ ടാസ്ക് വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെയും കാത്ത് അവിടെ കുറേ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, വസ്ത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല, എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് 750 പോയിന്റ് ആണ് പ്രധാനം, 3 ഫാമിലി അല്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 2 പെൺകുട്ടികൾക്കും അറിയില്ല അവിടെ ലിവിംഗ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്കറിയില്ല. അവരവിടെ പരസ്പരം ഡിസ്കസ് ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലോ. ആ സാഹചര്യത്തിൽ അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഈ 3 പേരുകൾ തിരഞ്ഞെടുക്കാനായിട്ട് അവർ നടത്തിയ ഡിസ്കഷനെ കുറിച്ചൊന്നും ആരും അറിയില്ല. പക്ഷെ എന്നിട്ടും അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. നോക്കൂ, ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും ഇവർ പറയുന്നത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, ഈ 3 പേരുകൾ എടുത്തു. അതിനുശേഷം ഇവർ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ടാസ്കിൽ വിജയിക്കണം, പോയിന്റ് മതി എന്ന് തീരുമാനിക്കുകയാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, നിങ്ങൾ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ 3 പേർക്കും പിന്നീട് അവരുടെ ഫാമിലി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഫാമിലി വീക്ക് വരെയാണ്, അവർക്ക് മാത്രം ഫാമിലി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ആലോചിച്ചാണോ നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്? അപ്പോൾ ആദില നൂറയും പറയും, യെസ് ബിഗ് ബോസ്, ഞങ്ങൾ ടാസ്കിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്, പോയിന്റ്സ് ആണ് പ്രധാനം എന്ന് പറയുന്നു. ഈ സമയത്ത് ആദ്യം നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന നമ്മുടെ അപ്പാനി എന്ത് ചെയ്യും? ഒന്നുകിൽ അവിടെ ഇരിക്കുന്ന തലേണ എടുത്തെറിയും, അല്ലെങ്കിൽ ചാടി എണീറ്റ് ആ ഒരു സോഫ സെറ്റിൽ 2 ഇടി ഇടിക്കും. അവിടെ ഇരിക്കുന്ന രേണുസുതി എൻ്റെ മക്കളെ എന്നും പറഞ്ഞ് അലറി വിളിച്ച് കരയും. തൊട്ടപ്പുറത്തിരിക്കുന്ന രണ ഫാത്തിമ, ഇന്ന് രാവിലെ എൻ്റെ കൂടെ അടിയുണ്ടാക്കിയ ദുഷ്ടത്തികൾ, മനഃപൂർവ്വമാണ് ഇവർ ആ തീരുമാനമെടുത്തത്. അവിടെ ഇരിക്കുന്ന നന്മ മരങ്ങളായിട്ടുള്ള ബാക്കിയുള്ള എല്ലാവരും പറയും, ഇത് തെറ്റാണ്, അവർക്ക് ആ പോയിന്റ്സ് വേണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ദിവസം നിന്നില്ലേ. അതായത് നമ്മുടെ ആദിലെ പറഞ്ഞ ആ ഡയലോഗ് കുറച്ചും കൂടെ വിപുലീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും കൂടെ അവിടെ പറയും, നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടില്ലേ, ഈ പോയിന്റ്സ് വേണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് മറ്റേ ഡിസിഷൻ എടുത്താൽ മതിയായിരുന്നു, ഫാമിലി വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും? ഇവർക്കെതിരെ തിരിഞ്ഞ് അങ്ങനെ എന്താ പറയുക, അവരെ കടിച്ചു തിന്നാനുള്ള ഒരു കലിയോട് കൂടിയിട്ട് അവിടെ ഇരിക്കും. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉറക്കെ ഒച്ചത്തിൽ നിലവിളിക്കാൻ തയ്യാറായിട്ടിരിക്കും. ഇവർ രണ്ടുപേരും ബിഗ് ബോസിനകത്തേക്ക് 750 പോയിന്റും കൊണ്ടുവരികയാണ്. അകത്തിരിക്കുന്നവർക്ക് വിശപ്പടക്കാൻ, അവർക്ക് വേണ്ട എന്താ പറയുക വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അതും കൊണ്ടുവരികയാണ്. ഇവർ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആദ്യം ചാടി എണീക്കുന്ന അപ്പാനിയായിരിക്കും. രേണുസുതി ചാടി എണീറ്റ് രേണുസുതി അങ്ങോട്ട് പോകും. റെന ഫാത്തിമ മറ്റേ എന്താ പറയാ, ഈ ചീവീട് ഒച്ച ഉണ്ടാക്കുന്ന പോലെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ചാടി എണീറ്റ് റെന ഫാത്തിമ പോവും. അവിടെ ഇരിക്കുന്ന അക്ബറും മറ്റുള്ള സകലരും, ഈവൻ നമ്മുടെ ജിസേൽ അടക്കം സകലരും, നിങ്ങൾക്കൊരല്പം മനുഷ്യത്വമുണ്ടോ, നിങ്ങൾ ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടികളായിട്ട് അവിടെ വലിച്ചു കീറി ഒട്ടിക്കും. കാരണം ഇവര് വലിയൊരു അപരാധം ചെയ്തവരായിട്ട് അവരെ ചിത്രീകരിക്കും. ഇവരെന്തോ വലിയ തെറ്റ് ചെയ്തവരായിട്ട് അവരെ ചിത്രീകരിക്കും. ഇന്നലെ അവരെ ചേർത്ത് പിടിച്ച് താലോലിച്ചവരെല്ലാം ആ പെൺകുട്ടികൾക്കെതിരെ തിരിയും. സോ ഈ ഒരു റിയാലിറ്റി ഷോയിൽ മാനുഷിക പരിഗണനയ്ക്കും മറ്റുള്ളവരുടെ ഇമോഷൻസിനും എല്ലാം വാല്യൂ ഉണ്ട്. അങ്ങനെയുള്ളവരെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. എന്തുകൊണ്ട് ഷാനവാസിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് അനുമോളെ ഇഷ്ടപ്പെടുന്നു? അനീഷിനെ ഇഷ്ടപ്പെടുന്നു? എന്നാൽ പലർക്കും ഈ മാനുഷിക മൂല്യങ്ങൾ ഇല്ലാതെ ഗെയിം കളിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നുമില്ല, അല്ലേ? അപ്പോൾ വാചകമടി എല്ലാവരും നടത്തുന്നുണ്ടെങ്കിലും ആളുകൾക്ക് പൊതുവെ അത്യാവശ്യം മിതമായി സംസാരിക്കുന്ന, മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, എല്ലാത്തരം ഇമോഷൻസും പ്രകടിപ്പിക്കുന്ന, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മറ്റുള്ളവരോട് സഹാനുഭൂതിയും സഹതാപവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന, ചിരിക്കുന്ന, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് ഇഷ്ടം. സ്വാർത്ഥരായിട്ടുള്ള ആൾക്കാരെ പൊതുവെ നമ്മൾ മനുഷ്യർക്ക് ഇഷ്ടമല്ല. അത് ഗെയിം എന്നല്ല, ഇനി എന്തെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പൊരുത്തക്കേട് നമുക്ക് തോന്നും, അഥവാ മെജോറിറ്റിക്ക് തോന്നും. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സമൂഹം മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്തതാണോ? റോഡിൽ ഒരാൾ ആക്സിഡന്റ് ആയി കിടന്നാൽ നമ്മൾ പോയി നോക്കില്ലേ? അയാളെ എടുത്തുകൊണ്ട് ആശുപത്രി പോവില്ലേ? നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും ഒരു ആപത്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾ സഹായിക്കില്ലേ? നമ്മുടെ തൊട്ടടുത്ത അയൽക്കാരൻ, അയാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സഹായിക്കില്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹ ജീവിയല്ലേ? നമ്മുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് അകത്ത് പോയിരിക്കുന്ന അവർ ഗെയിം ആണെന്ന് കരുതി ഒരു മാനുഷിക മൂല്യങ്ങളും ഇല്ലാതെ, ആരോടും സഹാനുഭൂതിയോ സ്നേഹമോ ഇല്ലാതെ എല്ലായ്പ്പോഴും ഗെയിം എന്ന് പറഞ്ഞ് സ്വാർത്ഥരായി പെരുമാറണമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടേ, നമ്മളൊക്കെ അപ്പോൾ അവരെ പോലെ ആണോ എന്ന്? അല്ലേ? നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് അവർ പോയിരിക്കുന്നത്. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കണം, ടാസ്കിനെ ടാസ്ക് ആയിട്ട് കളിക്കണം. പക്ഷെ ആ ഗെയിമുകൾക്കും ടാസ്കുകൾക്കും ഇടയിൽ
പലപ്പോഴും മാനുഷിക മൂല്യങ്ങൾ വരികയാണെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കേണ്ടടുത്ത് അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് വേറെ ഒരു സൊല്യൂഷനുമില്ല. അവിടെ നഷ്ടമാവുന്ന പോയിന്റുകൾക്കോ കിട്ടാതെ പോകുന്ന കിരീടങ്ങൾക്കോ യാതൊരു വാല്യൂമില്ല. അതിനൊക്കെ മുകളിലാണ് ഒരു മനുഷ്യന് സഹജീവിയോട്, മറ്റൊരു മനുഷ്യനോട് ഉള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ആദിലയും നൂറയും ഇന്നലെ ചെയ്തത് 100% ശരിയായിരുന്നു എന്ന് മാത്രമല്ല, മറിച്ചൊരു തീരുമാനമാണ് അവരെടുത്തതെങ്കിൽ ആ വീട്ടിൽ അവർ ഒറ്റപ്പെടുകയും മറ്റുള്ളവരാൽ ക്രൂശിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പൂമ്പാറ്റകളെന്ന് പേരിട്ട് വിളിച്ച അവരെ ആ പൂമ്പാറ്റ എന്ന് വിളിച്ച മനുഷ്യർ തന്നെ യാതൊരു മാനുഷിക മൂല്യവുമില്ലാത്ത കഴുകൻ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ തീരുമാനം എന്തുകൊണ്ടും ശരിയായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.